بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد ബഹുമാനമുള്ള ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 10ാം ദിവസമായ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് 2 ദിവസമായി നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ഇഖ്ലാസ് എന്നതിനെ കുറിച്ചായിരുന്നു. ഇഖ്ലാസ്, നിഷ്കളങ്കത എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ തുളുമ്പി നിൽക്കുമ്പോൾ അതുകൊണ്ട് ചില ഭൗതികമായ ചില പ്രയോജനങ്ങൾ തന്നെ ഉണ്ടായേക്കാം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ 4 കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സൂചിപ്പിച്ചത്. ഇന്ന് അനുബന്ധമായി ഉണർത്തുന്നത് സാഹിബുൽ ഇഖ്ലാസ് യസ്ബുതു അലൽ അമൽ വലാ യൻഖതിഉ അലാ ദഅബിഹി ഫി, അഥവാ ആത്മാർത്ഥമായി ആരാധനകളും മറ്റ് കർമ്മങ്ങളും ചെയ്യുന്ന ആളുകൾ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കും. അത് നിരന്തരം പ്രവർത്തിക്കുന്നതിൽ നിന്ന് അയാൾക്ക് മുടക്കമുണ്ടാവുകയില്ല എന്നതാണ്. കാരണം ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് നിലനിൽക്കണമെന്നുള്ള ഒരു ത്വര, ആഗ്രഹം അയാളുടെ മനസ്സിൽ നിന്ന് ഉദ്ഭൂതമാകുന്നു. നേരെ മറിച്ച് അല്ലാഹു അല്ലാത്ത മറ്റെന്തെങ്കിലും പ്രീതിയോ ഉദ്ദേശ്യങ്ങളോ പ്രവർത്തനങ്ങൾക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്തരം പ്രവർത്തനങ്ങൾ അത് നിശ്ചലമാകും, ഇടക്ക് നിന്നുപോകും. എപ്പോൾ അയാൾ ഒരു പ്രവർത്തനം കൊണ്ട് ലക്ഷ്യം വെച്ച കാര്യം നേടാതിരിക്കുമ്പോൾ ആ സമയത്ത് അയാളുടെ പ്രവർത്തനവും നിശ്ചലമാകും. അതുപോലെ തന്നെ മറ്റാരെങ്കിലും കാണണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അയാളുടെ അഭാവത്തിൽ അയാൾ ഈ പ്രവർത്തനത്തെക്കുറിച്ച് അശ്രദ്ധവാനായിരിക്കും. എന്നാൽ വഅമ്മല്ലദീ യഅമലു ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തിക്കുന്നു എങ്കിൽ, അയാൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവെങ്കിൽ, അയാൾ നടപടിക്രമങ്ങളും പെരുമാറ്റങ്ങളും നന്നാക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെല്ലാം തന്നെ ഇല്ലാത്ത അസാധ്യത്തിലാണെങ്കിൽ പോലും അല്ലാഹുവിൻ്റെ വജ്ഹ്, അല്ലാഹുവിൻ്റെ സാമീപ്യം, അല്ലാഹുവിൻ്റെ മുറാഖബത്ത്, അല്ലാഹുവിൻ്റെ അദ്ദേഹത്തോടൊപ്പമുണ്ട് എന്ന ചിന്ത അത് നിലനിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ മറ്റുള്ള ആളുകൾ, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഉണർത്തിയത് മാകാന ലില്ലാഹി ദാം വത്തസൽ, റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വജുദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അല്ലാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങൾ അത് നിരന്തരം അവിരാമം തുടർന്നുകൊണ്ടിരിക്കും. വമാകാന ലിഗൈരില്ലാഹി ഖതഅ ഫസൽ, ഇത് ഒരാർദ്ധവാക്യമാണ്. അല്ലാഹു അല്ലാത്ത മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ നിശ്ചയമായും അത് നിശ്ചലമാകും, നിലക്കുന്നതാണ്. തുടർന്ന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന്. ഒരു മുഖ്ലിസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഔദാര്യം അയാൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളിലും റബ്ബിന്റെ തൃപ്തി അയാൾ ആഗ്രഹിക്കുന്നു. പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പടച്ചവന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിക്കുന്നു അയാൾ. മറിച്ച് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക, ആ പ്രത്യുപകാരം നിൽക്കുന്നതോടുകൂടി അയാളുടെ കർമ്മങ്ങളും അവസാനിക്കും. എന്തെങ്കിലും നന്മകൾ കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട്, ഒരു സഹായം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ
എപ്പോഴാണോ ആ സഹായം നിശ്ചലമാകുന്നത്, നിന്നു പോകുന്നത്, അതോടുകൂടി അയാളുടെ സൽക്കർമ്മങ്ങളും നിന്നു പോകും. അതുപോലെ തന്നെ ആരുടെയെങ്കിലും മുഖം വെളുപ്പിക്കുന്നതിന് വേണ്ടി, ആരുടെയെങ്കിലും പ്രീതിയും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കുന്നതിന് വേണ്ടി, ആരെയെങ്കിലും ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അയാളില്ലാത്ത സന്ദർഭങ്ങളിൽ അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അയാൾക്ക് സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ എന്തെല്ലാം താൻ മറ്റുള്ളവരൊക്കെ ഇല്ലാതെയായി പോയിരുന്നാലും അള്ളാഹുവിന്റെ വജ്ഹ് അത് നീങ്ങിപ്പോവുകയില്ല എന്ന് മനസ്സിലാക്കി അയാൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഔദാര്യങ്ങളെല്ലാം നീങ്ങിപ്പോയാലും അല്ലാഹുവിൽ നിന്നുള്ള പ്രതീക്ഷിക്കുന്നവൻ, പ്രതിഫലം ആഗ്രഹിക്കുന്നവൻ അത് നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുമെന്നർത്ഥം. അതിനാൽ തന്നെ നാം ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്ന പോയിന്റാണ് ഇന്നെനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറിച്ച് റബ്ബിന്റെ പ്രതിഫലമല്ലാത്ത മറ്റു എന്ത് ഉദ്ദേശങ്ങൾ ഏത് രംഗത്തുണ്ടായിരുന്നാലും ആ താല്പര്യങ്ങൾ അവസാനിക്കുന്നതോടുകൂടി പ്രവർത്തനങ്ങളും മന്ദീഭവിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല പരലോകത്തത് നിഷ്ഫലമായി മാറുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ ആത്മാർത്ഥധന്യമായി റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണേ എന്ന് ഉണർത്തുകയാണ്. അവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമാന്യതയ്ക്ക് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും പോരുമനക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഭയാനകമായ ആ ദുരന്തത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.